ഹായ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ റോളർ സ്കേറ്റിംഗ് പരിശീലകനാണ്. കേരള റോൾ ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ മെമ്പറുമാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് റോളർ സ്കേറ്റിംഗ് പരിശീലനം ചെയ്യുന്നുണ്ട്, റോൾ ബോൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ സ്കൂളുകളിൽ സ്കേറ്റിംഗ് പരിശീലനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മലബാർ സൈഡിലോട്ടുള്ള ജില്ലകളിൽ റോളർ സ്കേറ്റിംഗ് എന്ന ഇനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഞാനാണ്. സ്കേറ്റിങ്ങിൽ തന്നെ 2 തരം സ്കേറ്റ്സ് ഉണ്ട്. കോർട്ട് സ്കേറ്റ്സും ഉണ്ട്, ഇൻലൈൻ സ്കേറ്റ്സും ഉണ്ട്. പിന്നെ സ്കേറ്റിങ്ങിനകത്ത് സ്പീഡ് സ്കേറ്റിംഗ്, ആർട്ടിസ്റ്റിക് സ്കേറ്റിംഗ്, റോളർ ഹോക്കി. ഇപ്പോൾ 2003 മുതൽ റോൾ ബോൾ എന്നൊരു ഗെയിമും കൂടെ ഉണ്ട്. ഇത് രണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളതും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഗെയിമാണ്. 3 വയസ്സ് 3.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇത് തുടങ്ങാം. ഇതിനകത്ത് ബോഡി ബാലൻസാണ് പ്രധാനം. വാക്കിംഗ്, ട്രാക്കിംഗ്, സ്ലൈഡിങ് 3 സ്റ്റേജാണ്. സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ സ്കേറ്റിംഗ്. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് സ്കേറ്റിംഗ്, ആർട്ടിസ്റ്റിക് സ്കേറ്റിംഗ്, റോളർ ഹോക്കി, റോൾ ബോൾ, റോളർ ഹൂപ്സ്, അങ്ങനെ കുറേ കളികളുണ്ട്. അത് കുട്ടികളുടെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ച് മാറി അതിനകത്ത് ചെയ്യാം. റോളർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ഗെയിമാണെന്ന് പറയാം. അത് ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റലി അതിന് ഗുണമുള്ളതുമാണ്. റോളർ സ്കേറ്റിങ്ങിനകത്ത് അപകട സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട്. അത് എല്ലാ ഗെയിമിനും ഉണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച 44 ഗെയിമുണ്ട്. ഈ 44 ഏകദേശം ഒരു 40ഓളം ഗെയിമിന് ടെന്നീസ് അങ്ങനെയുള്ള കളികൾ ഒഴിച്ചുള്ള ചെസ്സ് അങ്ങനെയുള്ള കളികൾ ഒഴിച്ച കായിക മേഖലയിൽ നിന്ന് കളിക്കുന്ന എല്ലാ കളികൾക്കും അപകട സാധ്യത ഉണ്ട്. സ്കേറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള സ്കേറ്റിങ്ങിന് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പ്രൊട്ടക്ഷൻ കിറ്റുണ്ട്. അത് തലയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ ഹെൽമെറ്റുണ്ട്, ഹെഡ് ഗിയറുണ്ട്, മുട്ടിന് സംരക്ഷണം കൊടുക്കാനുള്ള നീ പാഡുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം. 30 വർഷത്തിന് മുമ്പ് ഇത് കാശുകാരുടെ ഗെയിം ആയിരുന്നു. അതിനെ സാധാരണക്കാരുടെ ഇടയിൽ എത്തിച്ച് ഞങ്ങളെപ്പോലുള്ള 3-4 പേരാണ്. ഞാനിതിനകത്ത് ശരിക്കും 87 പരിശീലന രംഗത്ത് വന്നത് മുതലാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ട്രിവാൻഡ്രത്തൊരു സന്തോഷ് കുമാറുണ്ട്, മിസ്റ്റർ സന്തോഷ്, ഞാനും അയാളും വേണമെങ്കിൽ എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെയും കൂടെ ഞങ്ങളാണ് ഇതിന് സാധാരണക്കാരുടെ ഇടയിലൊരു ഗെയിമായിട്ട് കൊണ്ടുവന്നത്. ട്രിവാൻഡ്രത്ത് നേരത്തെ ശംഖുമുഖത്ത് മാത്രമായിരുന്നു, ഇപ്പോൾ പൂജപ്പുരയുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തുള്ള CBSE സ്കൂളുകളിലുള്ള ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലെല്ലാം കളികളുണ്ട്. സ്കൂളിലൊരു കായിക ഇനമായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ട് എല്ലാ സ്കൂളുകളിലും പരിശീലനമുണ്ട്. റോളർ സ്കേറ്റിങ്ങിനകത്തും ഇൻ്റർനാഷണൽ മത്സരങ്ങളുണ്ട്, റോൾ ബോളിലുണ്ട് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ. റോൾ ബോളിനകത്ത് എൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്, ഒരു 5ഓളം പേരുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇൻ്റർനാഷണൽ കളിച്ചിട്ടുള്ളവർ. 2000 ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. ഒരു 40ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചു. അതിന് ഇന്ത്യൻ ടീം 2ാം സ്ഥാനത്ത് വന്നു, സിൽവർ മെഡൽ കിട്ടി. ആ കുട്ടി ഇന്നിപ്പോൾ പരിശീലകമായിട്ട് പ്രവർത്തിക്കുന്നു. റോളർ സ്കേറ്റിങ്ങിനകത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ പാട്യാലയിലുള്ള NISൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ സ്കേറ്റിങ്ങിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇല്ല. റോൾ ബോളിനുള്ള NISൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട് 6 വീക്സിൻ്റെ. റോൾ ബോളിനകത്ത് ഏകദേശം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലും 100-ൽ കൂടുതൽ കായിക താരങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഗ്രേസ് മാർക്കുണ്ട് ഇതിനകത്ത്. ആ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ സീറ്റ്, എൻജിനീയറിങ്ങിനുള്ള സീറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഈ റോളർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റ് ഗെയിമുകളെ പോലെയല്ല. ബാസ്ക്കറ്റ് ബോൾ വേണമെങ്കിൽ 1-2 ദിവസം കൊണ്ട് കളിക്കാൻ കഴിയും. ബേസ്ബോള്, വോളിബോള്, നെറ്റ്ബോള് അതുപോലുള്ള ഗെയിമുകളൊക്കെ ഒരാഴ്ച കൊണ്ട് കളിക്കാൻ പറ്റും. ഇത് സ്കേറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു സ്കേറ്റർ ആവണമെങ്കിൽ ഒരു 6 months എങ്കിലും വേണം. ആദ്യം ബേസിക് സ്കേറ്റ്സ് ഇട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സ്പീഡ് സ്കേറ്റിലോട്ട് മാറുന്നു. ഏകദേശം ഒരു വർഷമായാലേ ഈ ഗെയിമിനകത്ത് പങ്കെടുക്കാനുള്ള യോഗ്യത നേടുകയുള്ളൂ. അതിനകത്ത് റോളർ ഹോക്കി കളിക്കാം, റോൾ ബോൾ കളിക്കാം, ആർട്ടിസ്റ്റിക് സ്കേറ്റിംഗ് അതിനകത്ത് പങ്കെടുക്കാം. ശരിക്കും ഒരു സ്കേറ്റർ ആവണമെങ്കിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും പരിശീലനം നേടിയാൽ മാത്രമേ ശരിക്കുള്ള സ്കേറ്റർ ആവൂ. ഞാനിപ്പോൾ റോൾ ബോൾ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ പരിശീലകനായതിൻ്റെ റോൾ ബോളിനെ കുറിച്ച് പറയാം. റോൾ ബോളിനകത്ത് 4 കാറ്റഗറി ഉണ്ട്: മിനി, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ.
മിനി എന്ന് പറയുന്നത് 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, സബ് ജൂനിയർ പറഞ്ഞാൽ 11 മുതൽ 14 വരെ, ജൂനിയർ 14 മുതൽ 17 വരെ, സീനിയർ പറഞ്ഞാൽ എബോവ് 17. ഇതിനകത്ത് ബോയ്സ് ആൻഡ് ഗേൾസും ഉണ്ട്. ഒരു റോളർ സ്കേറ്ററായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെറിയ ചെറിയ മത്സരങ്ങൾക്ക് പങ്കെടുക്കുക. ഇപ്പം സഹോദയ മീറ്റ് എന്ന് പറഞ്ഞ സ്കൂള് CBSE സ്കൂളുകാർ നടത്തുന്ന സഹോദയ മീറ്റിന് പങ്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് മീറ്റുകളുണ്ട്, അതിനകത്ത് പങ്കെടുക്കാം. അത് കഴിഞ്ഞ് ജില്ലാ ചാമ്പ്യൻഷിപ്പുണ്ട്, അതിനകത്ത് പങ്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ്. നാഷണൽ ചാമ്പ്യൻഷിപ്പിന് മുമ്പ് തന്നെ സൗത്ത് സോൺ നടക്കുന്നുണ്ട്. 4 സോണായിട്ട് തിരിച്ച് ഇന്ത്യയിൽ 4 സോണിൽ നടക്കുന്നുണ്ട്, അതിനകത്ത് പങ്കെടുക്കാം. പിന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, പിന്നെ വേൾഡ് കപ്പ്, അങ്ങനെ മുകളിലോട്ട് പോകാൻ, അത് കുട്ടികളുടെ കഴിവനുസരിച്ച് മുകളിലോട്ട് പോകാം. നല്ലൊരു സ്കേറ്ററായി കഴിഞ്ഞാൽ ഗെയിമിലോട്ട് വേണമെങ്കിലും തിരിയാം. അങ്ങനെ ഉള്ള കുട്ടികൾ ഇപ്പോൾ റോൾ ബാൾ എന്നൊരു ഗെയിം 2003 ഒരു കായിക അധ്യാപകൻ രാജു ദബാഡെ കണ്ടുപിടിച്ച കളിയാണ്. ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ച കളി ഇന്ന് ലോകത്ത് 60ഓളം രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ട്. അതിൻ്റെ ഏഷ്യൻ കപ്പ്, വേൾഡ് കപ്പ് അങ്ങനെയുള്ള മത്സരങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ സീനിയർ വേൾഡ് കപ്പ് ദുബൈയിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യയിൽ നിന്നും ഉള്ള ടീമിൽ കേരളത്തിൽ നിന്നൊരു പെൺകുട്ടിക്ക് അവസരം കിട്ടി. ഇന്ത്യൻ ടീം വിന്നറായി. റോൾ ബോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കളി. നല്ലൊരു സ്കേറ്ററിന് മാത്രമേ അത് കളിക്കാൻ പറ്റത്തുള്ളൂ. റോൾ ബോൾ, ബാസ്ക്കറ്റ് ബോള്, ഹാൻഡ് ബോള്, അതുപോലുള്ള വോളിബോൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു കളി. ഏകദേശം റൂൾസൊക്കെ ഏകദേശം ഹാൻഡ് ബോളിൻ്റെ റൂള് പോലെയാണ്. പക്ഷേ സ്കേറ്റ് ചെയ്തുകൊണ്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ റോൾ ബോൾ എന്ന് പറയുന്നത്. റോൾ ബോൾ എന്ന് പറഞ്ഞ ഗെയിമിൽ 12 പ്ലെയേഴ്സാണ് ഇതിനകത്തുള്ളത്. 12 പ്ലെയേഴ്സിൽ 6 പ്ലെയേഴ്സാണ് കളിക്കുന്ന. 6 പ്ലെയേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സാണ്. ഈ 6 പ്ലെയേഴ്സിൽ ഒരു ഗോൾ കീപ്പറും 5 പ്ലെയേഴ്സും ആണുള്ളത്. ഈ ടോട്ടൽ 6 പ്ലെയേഴ്സിൽ ഒരു ഗോൾ കീപ്പർ പോയാൽ 5 പ്ലെയേഴ്സുണ്ട്. അതിൽ 3 ഫോർവേഡ് പ്ലെയേഴ്സ്, 2 ഡിഫൻസ്. അതിനകത്ത് ഡി ക്രോസ് ചെയ്യാതെ ആണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഓരോ പ്ലെയറും 3 സെക്കൻഡ്സിൽ കൂടുതൽ ബോൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. 3 സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ പാസ് ചെയ്യണം. കൂടുതൽ സമയം ഹോൾഡ് ചെയ്താൽ അത് ഫൗളായിട്ട് മാറും. റോൾ ബോൾ കളിക്കുന്നത് 30 മിനിറ്റാണ്, 15 മിനിറ്റ് വീതം. ഹാഫ് ടൈമിൽ വന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. ബാക്കി 15 30 മിനിറ്റാണ് കളി. ഇത് ഈ ഗെയിമിനെ ഫാസ്റ്റ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഐസ് സ്കേറ്റിംഗ് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് കളിക്കുന്ന കളി റോൾ ബോളാണ്. ഏകദേശം നല്ലൊരു പ്ലെയർ 40 കിലോമീറ്റർ സ്പീഡിൽ വന്നാണ് ഡി ക്രോസ് ചെയ്യാതെ ഗോൾ എറിയുന്നത്. കേരളം ഒട്ടാകെ ഏകദേശം 10,000-ൽ കൂടുതൽ കുട്ടികളെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 40 വർഷക്കാലത്തെ എൻ്റെ റോളർ സ്കേറ്റിംഗ് പരിശീലന മികവിന് ഏഷ്യൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി മണിപ്പൂരിൽ നിന്നും എനിക്ക് ഓണറി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും റോളർ സ്കേറ്റിംഗ്, റോൾ ബോൾ പരിശീലന രംഗത്തുണ്ട്. എൻ്റെ വൈഫും പരിശീലകയാണ്. ഇതുകൂടാതെ എൻ്റെ 2 ആൺമക്കളും ഇൻ്റർനാഷണൽ റോൾ ബോൾ താരങ്ങളുമാണ്.